Good afternoon, dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആയാലും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആയാലും നമ്മൾ അതിനകത്ത് മെയിൻ അസംഷൻസിൽ ഒന്നാണ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ലീനിയർ റിലേഷൻഷിപ്പ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചെക്കിംഗ് ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റഡി ആൻഡ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ഫസ്റ്റ് കേസ് ഓഫ് വൺ എക്സ്പ്ലനേറ്ററി വേരിയബിൾ. നമ്മൾ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ മാത്രമുള്ളപ്പം ആ ഒരു കേസിന് നമ്മൾ എന്താ പറയുന്നത്, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമുള്ളപ്പം എങ്ങനെയാണ് നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. If there is only one explanatory variable in the model, then it is easy to check the existence of linear relationship between y and x by scatter diagram of the available data. ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ പോലെ തന്നെ സ്കാറ്റർ ഡയഗ്രാം പ്ലോട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. If the scatter diagram shows a linear trend, it indicates that the relationship between y and x is linear. If the trend is non-linear, then it indicates that the relationship between y and x is non-linear. നമ്മൾ രണ്ട് വേരിയബിൾസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ സ്കാറ്റർ ഡയഗ്രാം വെച്ചിട്ട് പ്ലോട്ട് ചെയ്തിട്ട് ആ ഒരു പോയിന്റ്സിൻ്റെ ഷേപ്പ് ലീനിയർ ആണെങ്കിൽ നമ്മൾ പറയും ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന്. അതേസമയം ലീനിയർ അല്ലാത്ത മറ്റൊരു ഷേപ്പ് ആണെങ്കിൽ നമ്മൾ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദ ഫോളോയിങ് ഫിഗർ ഇൻഡിക്കേറ്റ്സ് എ ലീനിയർ ട്രെൻഡ് ആൻഡ് നോൺ ലീനിയർ ട്രെൻഡ്. അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സ് നിങ്ങൾ നോക്കിയേ. ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റ്സിനൊക്കെ ഒരു ലീനിയർ ഷേപ്പിലാണ്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ രീതിയിലാണ് ഈ ഒരു പോയിന്റ്സ് എല്ലാം വേണ്ടിയിട്ട് പോയേക്കുന്നത്. അതേസമയം ഈ രണ്ടാമത്തെ ഫിഗറിലാണെങ്കിൽ ഒരു ലീനിയർ ഷേപ്പ് അല്ല, ഒരു കേർവ്ഡ് പോലത്തെ, അതായത് ഒരു സ്പെസിഫിക് ഷേപ്പ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇവിടെ നമ്മൾ പ്യുവർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണെന്നല്ല പറയുന്നത്, ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഡലിലാണ് നമ്മുടെ ഈ ഒരു വേരിയബിൾസിൻ്റെ ഒബ്സർവേഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിലെ വേരിയബിൾസിന് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. കേസ് ഓഫ് മോർ ദാൻ വൺ എക്സ്പ്ലനേറ്ററി വേരിയബിൾ. അപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ ഡിസ്കസ് ചെയ്തത് ഒരൊറ്റ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉള്ള കേസാണ്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉള്ള കേസിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുന്നത്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാം. To check the assumption of a linearity between study variable and explanatory variables, the scatter plot matrix of the data can be used. നമ്മൾ രണ്ട് വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ, അതായത് രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ള കേസിൽ നമ്മൾ സ്കാറ്റർ മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. A scatter plot matrix is a two-dimensional array of two-dimension plots where each form contains a scatter diagram except for the diagram. സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2-dimensional അറേ ആയിരിക്കും. ആ ഒരു 2-dimensional അറേയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സെറ്റ് ഓഫ് സ്കാറ്റർ പ്ലോട്ട്സ് കാണും. അപ്പോൾ അതിനകത്ത് ഡയഗണൽ എലമെൻറ്റ്സ് കാണത്തില്ല, ഡയഗണൽ എലമെൻറ്റ്സിന് പ്ലോട്ട് കാണത്തില്ല, മറ്റെല്ലാത്തിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കാറ്റർ പ്ലോട്ട് കാണും. Thus each plot sheds some light on the relationship between pair of variables. അപ്പോൾ നമുക്ക് ഓരോ പ്ലോട്ട് നോക്കുമ്പോഴും ഈ പെയർ ഓഫ് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. It gives more information more than the correlation coefficient between each pair of variables because it gives a sense of linearity or non-linearity of the relationship and some awareness of how individual data points are arranged over the region. It is a scatter diagram of y versus x1, y versus x2, etc., y versus xk. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്കാറ്റർ മെട്രിക്സ് ആണ്. അതിനകത്ത് കുറേ സ്കാറ്റർ പ്ലോട്ട്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലോട്ടും നമുക്ക് കാണിച്ചു തരുന്നത് വൈനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള x1 വെച്ചിട്ടും x2 വെച്ചിട്ടും അതുപോലെ തന്നെ xk വരെയുള്ളതും വെച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. Another option to present the scatter plot is present the scatter plot in the upper triangular part of the plot matrix. Mention the corresponding correlation coefficient in the lower triangular part of the matrix.
അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സിൻ്റെ അപ്പർ ട്രയാങ്കുലർ പാർട്ടിൽ ഈ ഒരു സ്കാറ്റർ പ്ലോട്ടിനെ പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ലോവർ ട്രയാങ്കുലർ പാർട്ടിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉള്ള കേസിൽ നമ്മൾ സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കാറ്റർ പ്ലോട്ട്സ് നമുക്ക് കാണും. ഓരോ സ്കാറ്റർ പ്ലോട്ടും y വേഴ്സസ് x1, y വേഴ്സസ് x2 എക്സെട്ര എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടോ അത്രയും ആയിട്ടുള്ള പ്ലോട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് ദർ ആർ ഓൺലി 2 എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആൻഡ് ദ മോഡൽ ഈസ്. ഇപ്പോൾ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ നോക്കുക. അപ്പോൾ ആ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമുള്ള കേസിൽ എങ്ങനെയാണ് സ്കാറ്റർ പ്ലോട്ട് മാട്രിക്സ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമുള്ള കേസിൽ നമ്മുടെ മോഡൽ എങ്ങനെയായിരിക്കും? y x1 β1 പ്ലസ് x2 β2 പ്ലസ് എപ്സിലോൺ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മോഡൽ. Then the scatter plot matrix looks like as follows. അപ്പോൾ നമ്മുടെ സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സ് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പർ ട്രയാങ്കുലർ പാർട്ടിൽ നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ ലോവർ ട്രയാങ്കുലർ പാർട്ടിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ മെൻഷൻ ചെയ്തേക്കുവാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയഗണൽ എലമെൻറ്റ്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ അല്ലാത്ത ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അപ്പർ ട്രയാങ്കുലർ പാർട്ടിൽ നമ്മൾ സ്കാറ്റർ പ്ലോട്ടിനെ വരച്ചു. ഈ ഒരു ലോവർ ട്രയാങ്കുലർ പാർട്ടിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ മെൻഷൻ ചെയ്തു. ദ പ്രസൻസ് ഓഫ് ലീനിയർ പാറ്റേൺ ഈസ് reassuring, but absence of such pattern does not imply that linear model is incorrect. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു സ്കാറ്റർ പ്ലോട്ടിൻ്റെ പാറ്റേൺസ് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ഒരു അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീനിയർ ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ പറയും ഈ വേരിയബിൾസ് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന്, അല്ലെങ്കിൽ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. Most of the statistical software provide the option for creating the scatter plot matrix. നമുക്ക് ഇത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നമുക്ക് സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The view of all the plots provide an indication that a multiple linear regression model may provide a reasonable fit to the data. It is to be kept in mind that we only get information on pairs of variables through the scatter plot of y versus x1, y versus x2, etc., y versus xk, whereas the assumption of linearity is between y and jointly with x1, x2, etc., xk. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പ്ലോട്ട് ചെയ്തപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ y വേഴ്സസ് x1 ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള പ്ലോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. y വേഴ്സസ് x1 ആണ്, y വേഴ്സസ് x2 ആണ്. അങ്ങനെ എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടോ അത്രയും വരെയുള്ള പ്ലോട്ടാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ ലീനിയാരിറ്റി അസംഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y വേഴ്സസ് x1, x2, എക്സ്ട്രാ xk, അതായത് മൊത്തം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും നമ്മുടെ ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള y വേഴ്സസ് ആ ഒരു സ്പെസിഫിക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. If some of the explanatory variables are themselves interrelated, then the scatter diagrams can be misleading. Some other methods of sorting out the relationship between several explanatory variables and a study variable are used. ചില കേസിൽ നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് കാണുമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത്രയും ട്രസ്റ്റ് വർത്തി ആയിരിക്കത്തില്ല. നമ്മൾ മറ്റ് മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, നമുക്ക് ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാറ്റർ പ്ലോട്ട്സ് വഴിയാണ് സാധാരണ നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ട് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ നമ്മൾ സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സ് വെച്ചിട്ട് അതിൻ്റെ പാറ്റേൺ നോക്കിയിട്ടാണ് ലീനിയാരിറ്റി ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റെസിഡ്യുവൽ അനാലിസിസ്. The residual is defined as the difference between observed and fitted value of the study variable. The ith residual is defined as EI is equal to YI minus YI cap, where I is equal to 1, 2, 3, etc. n. അപ്പോൾ നമുക്ക് റെസിഡ്യുവൽ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. റെസിഡ്യുവൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ റെസിഡ്യുവൽ അനാലിസിസ് എന്ന് വെച്ചാൽ എന്താ? റെസിഡ്യുവൽ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ഫിറ്റഡ് വാല്യൂനെയാണ് നമ്മൾ റെസിഡ്യുവൽ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം
ith റെസിജ്വലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ഐ എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇ ഐ എന്ന് പറയുന്നത് വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്പ് ആണ്. വേറെ വൈ ഐ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ ആണ്. വൈ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റഡ് വാല്യൂ ആണ്. Where yi is an observation and yi cap is corresponding fitted value. Residual can be viewed as a deviation between data and the fit. ഇപ്പോൾ റെസിജ്വൽ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ വാല്യൂയിൽ നിന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ തമ്മിലുള്ള ആ ഒരു ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ മെഷർ ഓഫ് ദ വേരിയബിലിറ്റി ഇൻ ദ റെസ്പോൺസ് വേരിയബിൾ ദാറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ബൈ ദ റിഗ്രഷൻ മോഡൽ. അപ്പോൾ നമ്മുടെ റിഗ്രഷൻ മോഡലിൽ നമ്മുടെ റെസ്പോൺസ് വേരിയബിളിലുള്ള വേരിയേഷൻ എത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നും ഡിനോട്ട് ചെയ്യുന്ന ഒരു മെഷറാണ് റെസിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഫോർ സ്കെയിലിംഗ് റെസിജ്വൽസ്. സംടൈംസ് ഇറ്റ് ഈസ് ഈസിയർ ടു വർക്ക് വിത്ത് സ്കെയിൽഡ് റെസിജ്വൽസ്. വി ക്യാൻ ഡിസ്കസ് 4 മെത്തേഡ്സ് ഓഫ് സ്കെയിലിംഗ് ദ റെസിജ്വൽ. അപ്പോൾ നമ്മൾ റെസിജ്വൽ എങ്ങനെയാണ് സ്കെയിലിംഗ് നടത്തേണ്ടതെന്നുള്ള രീതിയാണ് നമ്മൾ പറയുന്നത്. 4 മെത്തേഡ്സ് ആണുള്ളത് റെസിജ്വൽ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് റെസിജ്വൽസ് ആണ്. ദ റെസിജ്വൽസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് റെസിജ്വൽ മൈനസ് ഇറ്റ്സ് മീൻ ആൻഡ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിൻസ് എക്സ്പെക്ടേഷൻ ഓഫ് EI is equal to 0 and MSRS estimates the approximate average variance. So logically the scaling of residual is. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്യുന്ന മെത്തേഡാണ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ്. നമ്മൾ അതിൽ നിന്ന് നമ്മുടെ എന്തിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് അതിൽ നിന്ന് അതിൻ്റെ മീൻ മൈനസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ നമ്മുടെ EIയുടെ മീൻ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് മീൻ സ്ക്വയർ റെസിജ്വൽ ആണ്. അപ്പം ആ ഒരു മീൻ സ്ക്വയർ റെസിജ്വലിനെ വേരിയൻസിന് പകരം അതുപോലെ മീൻ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് റെസിജ്വൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. DI is equal to EI divided by root of MSRS. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് റെസിജ്വൽ എന്ന് പറയുന്നത്. I is equal to 1 to 3 etc. n and it is called the standardized residual for which expectation of DI ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വേരിയൻസ് ഓഫ് DI എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിരിക്കും. സോ എ ലാർജ് വാല്യൂ ഓഫ് DI greater than 3 say potentially indicates an outlier. DIയുടെ വാല്യൂ ലാർജ് ആണെങ്കിൽ ഒരു 3-ക്കൊക്കെ മേളിലാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമുക്ക് ഇതിനകത്തൊരു ഔട്ട്ലെയർ പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വൽ ആണ്. ദ സ്റ്റാൻഡർഡൈസ്ഡ് റെസിജ്വൽ യൂസ് അപ്രോക്സിമേറ്റ് വേരിയൻസ് ഓഫ് EI ആസ് mean square residual. The standardized residual is the exact variance of EI. അപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് റെസിജ്വലിൽ നമ്മൾ വേരിയൻസിന് പകരം യൂസ് ചെയ്തിരുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് മീൻ സ്ക്വയർ റെസിജ്വൽ ആണ്. സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് അല്ല നമ്മുടെ EIയുടെ എക്സാക്ട് വേരിയൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദ റെസിജ്വൽ വെക്റ്റർ ഈസ് ഇക്വൽ ടു 1 മൈനസ് h ഇൻറ്റു y. നമ്മൾ നേരത്തെ കണ്ടാണ് റെസിജ്വൽ വെക്റ്റർ എന്ന് പറയുന്നത് ഈനെ നമ്മൾ ഹാറ്റ് മെട്രിക്സിൻ്റെ കേസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈസ് ഇക്വൽ ടു 1 മൈനസ് h ഇൻറ്റു y എന്നാണ്. വേർ h എന്ന് പറയുന്ന ഹാറ്റ് മെട്രിക്സ് ആണ്. ഹാറ്റ് മെട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താ? x ഇൻറ്റു എക്സ് ഡാഷ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് ഈസ് ദ ഹാറ്റ് മെട്രിക്സ്. സിൻസ് h ഈസ് സിമെട്രിക് ആൻഡ് ഐഡംപൊട്ടൻറ്റ് 1 മൈനസ് h ഈസ് ഓൾസോ സിമെട്രിക് ആൻഡ് ഐഡംപൊട്ടൻറ്റ്. നമ്മുടെ ഹാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സിമെട്രിക്കും അതുപോലെ തന്നെ ഐഡംപൊട്ടൻറ്റും ആണ്. അപ്പം h സിമെട്രിക്കും ഐഡംപൊട്ടൻറ്റും ആയതുകൊണ്ട് 1 മൈനസ് h എന്ന് പറയുന്നതും സിമെട്രിക് ആയിരിക്കും, അതുപോലെ അതും ഐഡംപൊട്ടൻറ്റ് തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് E എന്ന് പറയുന്നത് നമുക്കറിയാം 1 മൈനസ് h ഇൻറ്റു y ആണ്. അപ്പം 1 മൈനസ് h ഇൻറ്റു y എന്താ? എക്സ് ബീറ്റ പ്ലസ് എപ്സിലോൺ ആണെന്ന് നമുക്കറിയാം. സോ വൈക്ക് പകരം എക്സ് ബീറ്റ പ്ലസ് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തും പിന്നെ നമ്മൾ ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. I എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ 1 ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എക്സ് ബീറ്റ എന്ന് പറയുന്നത് എക്സ് ബീറ്റ തന്നെയാണ്. മൈനസ് h ഇൻറ്റു എക്സ് ബീറ്റ പ്ലസ് 1 മൈനസ് h ഇൻറ്റു എപ്സിലോൺ. അപ്പോൾ നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എച്ചിന് പകരം നമ്മുടെ ഹാറ്റ് മെട്രിക്സിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ് ഇൻറ്റു എക്സ് ഡാഷ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു പ്ലസ് 1 മൈനസ് h ഇൻറ്റു എപ്സിലോൺ. ഇപ്പോൾ ഇതിനകത്ത് നോക്കുക എക്സ് ഡാഷ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് എക്സ് എന്നാണ് കിടക്കുന്നത്. സോ ഇത് രണ്ടും പോയി ഐഡന്റിറ്റി മെട്രിക്സ് ആവും.
അപ്പം എക്സ് ബീറ്റ മൈനസ് എക്സ് ബീറ്റ എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് മിച്ചമുള്ളത് എന്താ, 1 മൈനസ് എച്ച് ഇൻറ്റു എപ്സിലോൺ എന്നുള്ള രീതിയാണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഇ ഈസ് ഇക്വൽ ടു 1 മൈനസ് എച്ച് ഇൻറ്റു വൈ ആണ്. ഇപ്പം നമുക്ക് കിട്ടി ഇ ഈസ് ഇക്വൽ ടു 1 മൈനസ് എച്ച് ഇൻറ്റു എപ്സിലോൺ ആണ്. അപ്പം 1 മൈനസ് എച്ചിനെ നമ്മൾ എച്ച് ബാർ എന്ന് എടുത്തു. സോ ഇ ഈസ് ഇക്വൽ ടു എച്ച് ബാർ വൈ, ദാറ്റ് ഈസ് ഇക്വൽ ടു എച്ച് ബാർ എപ്സിലോൺ. സോ റെസിഡ്യുവൽസ് ആർ ദ സെയിം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൈ ആൻഡ് എപ്സിലോൺ. അപ്പോൾ നമുക്ക് ഈ റെസിഡ്യുവൽസിൽ നിന്ന് വൈയിലുള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നമുക്ക് എപ്സിലോണിലും കിട്ടിയിരിക്കുന്നത്. വേരിയൻസ് ഓഫ് ഇ ഐ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എച്ച് ഐ ഐ ആണ്. അതുപോലെ തന്നെ കോവേരിയൻസ് എന്ന് പറയുന്നത്, കോവേരിയൻസ് ഓഫ് ഇ ഐ ഇ ജെ എന്ന് പറയുന്നത് മൈനസ് സിഗ്മ സ്ക്വയർ എച്ച് ഐ ജെ ആണ്. സോ നമുക്ക് ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റൈസ്ഡ് റെസിഡ്യുവലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റൈസ്ഡ് റെസിഡ്യുവലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ ഐ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മീൻ സ്ക്വയർ റെസിഡ്യുവൽ ഇൻറ്റു 1 മൈനസ് എച്ച് ഐ ഐ ആണ്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റൈസ്ഡ് റെസിഡ്യുവലിൻ്റെ വാല്യൂ. ഇൻ പ്ലേസ് ഓഫ് ഇ ഐ ഫോർ ആർ ഐ ഈസ് ഇക്വൽ ടു, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ വേരിയൻസ് എന്ന് പറയുന്നതും 1 ആയിരിക്കും, റിഗാർഡ്ലെസ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് എക്സ് ഐ വെൻ ദ ഫോം ഓഫ് മോഡൽ ഈസ് കറക്റ്റ്. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റാൻഡർഡൈസ്ഡ് റെസിഡ്യുവലിൽ നമ്മൾ വേരിയൻസിന് മീൻ സ്ക്വയർ റെസിഡ്യുവൽ എന്നുള്ള ആ ഒരു എസ്റ്റിമേറ്റ് തന്നെയാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ എക്സാക്ട് വേരിയൻസ് ആണ് കൊടുത്തത്. അപ്പോൾ എക്സാക്ട് വേരിയൻസ് നമുക്കറിയാം 1 മൈനസ് സിഗ്മ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എച്ച് ഐ ഐ ആണ്. അപ്പം നമ്മൾ ആ ഒരു ഇതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സ്കെയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രസ്ഡ് റെസിഡ്യുവൽ ആണ്. Pressed residuals are defined as Ya minus Ya cap, where Ya cap is the fitted value of ith response based on all observations except the ith one. അപ്പോൾ നമ്മൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് പ്രസ്ഡ് റെസിഡ്യുവൽ ആണ്. പ്രസ്ഡ് റെസിഡ്യുവലിനകത്ത് നമ്മൾ Ya മൈനസ് Ya ക്യാപ്പ് എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ Ya ക്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റ് ഓഫ് വാല്യൂസ് ഉള്ളതിൽ നമ്മുടെ ith റെസ്പോൺസ് വേരിയബിളിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ആ ഒരു ith റെസ്പോൺസ് വേരിയബിളിൽ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാത്തിൻ്റെയും ഫിറ്റഡ് വാല്യൂ ആണ് നമ്മളിതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ഫിറ്റഡ് വാല്യൂവിനെ വൈ ക്യാപ്പ് എന്ന് പറഞ്ഞാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ Ya ക്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ith റെസ്പോൺസ് വേരിയബിൾ, ആ ഒരു ith വേരിയബിളിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഫിറ്റഡ് വാല്യൂ ആണ് നോക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. If Ya is really unusual, then the regression model based on all the observation may be overly influenced by these observations. This could produce a Ya cap that is very similar to Ya, and consequently Ea will be small. So it will be difficult to detect any outlier. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഒബ്സർവേഷൻ ഒരു പർട്ടിക്കുലർ Ya എന്ന് പറയുന്നത് ഒരു ഔട്ട്ലെയർ ആണെന്ന് വെച്ചു. ഔട്ട്ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, കുറേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് സെയിം റേഞ്ചിലാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറേ മാറിക്കിടക്കുന്ന ഒരു റേഞ്ചിലുള്ള ഒരു ഒബ്സർവേഷനാണ് നമ്മൾ ഔട്ട്ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു YAയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഔട്ട്ലെയർ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഔട്ട്ലെയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മോഡൽ ഓവർ ഫിറ്റായിട്ട് എറർ ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഔട്ട്ലെയർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എററിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. എറർ കുറവാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, നമ്മുടെ മോഡൽ നല്ലതാണെന്നുള്ള രീതിയിലല്ലേ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു കേസിൽ ചിലപ്പം ആ ഔട്ട്ലെയറിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് മോഡൽ ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡൽ ചിലപ്പം ഓവർ ഫിറ്റായിട്ട് എററിനെ കുറച്ച് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ ഒരു ഔട്ട്ലെയറിനെ റിമൂവ് ചെയ്തിട്ടാണ് മോഡൽ ഫിറ്റ് ചെയ്ത് നോക്കുന്നത്. If Ya is deleted, then Ya cap cannot be influenced by that observation. So the resulting residual should be likely to indicate the presence of the outlier. അപ്പോൾ നമ്മൾ Ya എന്ന് പറയുന്ന ആ ഒരു ഔട്ട്ലെയർ റിമൂവ് ചെയ്തില്ലെങ്കിൽ ആ ഒരു Yaയുടെ ഇൻഫ്ലുവൻസ് മറ്റുള്ള എല്ലാ ഒബ്സർവേഷനിലും നന്നായിട്ട് കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ Eയുടെ വാല്യൂ ചിലപ്പം അപ്രോക്സിമേറ്റ്ലി 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 0 ആവുകയാണെങ്കിൽ നമ്മൾക്ക് ഔട്ട്ലെയറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ Ya എന്ന് പറയുന്ന ഔട്ട്ലെയറിനെ റിമൂവ് ചെയ്തിട്ട് മോഡൽ ബിൽഡ് ചെയ്യുമ്പം ആ ഒരു ഒബ്സർവേഷൻ മറ്റ് ഒബ്സർവേഷനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഔട്ട്ലെയർ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി എങ്ങനെയാണ് ഈ പ്രസ് റെസിഡ്യുവൽ ചെയ്യുന്നതെന്നുള്ള രീതി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിലീറ്റ് ദ ith ഒബ്സർവേഷൻ. നമ്മുടെ ഔട്ട്ലെയർ ആയിട്ടുള്ള ആ ഒരു ith ഒബ്സർവേഷൻ നമ്മൾ ആദ്യമേ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഫിറ്റ് ദ റിഗ്രഷൻ മോഡൽ ടു ദ റിമൈനിങ് n-1 ഒബ്സർവേഷൻസ്. അപ്പം ആ ഒരു ith ഒബ്സർവേഷനെ റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി n-1 ഒബ്സർവേഷൻസ് വെച്ചിട്ട് നമ്മൾ മോഡലിനെ ഫിറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ദ പ്രെഡിക്റ്റഡ് വാല്യൂ ഓഫ് yi കറസ്പോണ്ടിങ് ടു ദ ഡിലീറ്റ് ഒബ്സർവേഷൻ. അപ്പോൾ നമ്മൾ മോഡലിനെ ഫിറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഫിറ്റ് ചെയ്തത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിലീറ്റ് ചെയ്ത YAയുടെ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ആ YA നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രെഡിക്ഷന് വേണ്ടിയിട്ടാണ്. സപ്പോസ് നമുക്ക് 100 ഒബ്സർവേഷൻസ് മൊത്തം ഉണ്ടെന്ന് വെച്ചു. ആ ഒരു 100 ഒബ്സർവേഷൻസിൽ 10th ഒബ്സർവേഷനാണ് നമ്മുടെ ഔട്ട്ലെയർ എന്ന് വെക്കുക. അപ്പോൾ 10th ഒബ്സർവേഷനാണ് നമ്മുടെ ഔട്ട്ലെയർ എങ്കിൽ നമ്മൾ ആ ഒരു 10th ഒബ്സർവേഷനെ റിമൂവ് ചെയ്തിട്ട് ബാക്കി 99 ഒബ്സർവേഷൻസ് വെച്ച് നമ്മൾ മോഡലിനെ ഫിറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ള ആ ഒരു ഫിറ്റിംഗ് മോഡൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ 10th ഒബ്സർവേഷൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിഗ്രഷൻ അനാലിസിസ് നമുക്ക് പ്രെഡിക്ഷൻ അല്ലേ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു മോഡലിലെ വാല്യൂ വെച്ചിട്ട് നമ്മൾ നമ്മുടെ 10th ഒബ്സർവേഷൻ്റെ വാല്യൂവിനെ പ്രെഡിക്റ്റ് ചെയ്തു. ദ കറസ്പോണ്ടിങ് പ്രഡിക്ഷൻ എറർ EI = YA - YA. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ പ്രഡിക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒറിജിനൽ വൈയുടെ വാല്യൂ 10th ഒബ്സർവേഷൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത നമ്മുടെ 10th ഒബ്സർവേഷൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ അത് തമ്മിലുള്ള എററിൻ്റെ വ്യത്യാസം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാൽക്കുലേറ്റ് EI ഫോർ ഈച്ച് I = 1, 2, 3, etc. n. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാത്തിനും അതിൻ്റെ EI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. These prediction errors are called trust residuals because they are used in computing the prediction error sum of squares. They are also called deleted residuals. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിന് നമ്മൾ ട്രസ്റ്റ് റെസിഡ്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എറർ സം ഓഫ് സ്ക്വയറിൻ്റെ പ്രഡിക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിലീറ്റഡ് റെസിഡ്യൂൾസ് എന്നും ഈ ഒരു മെത്തേഡിന് പറയാറുണ്ട്. Now we establish the relationship between EI and EI. അപ്പോൾ ഒരു EI എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ റെസിഡ്യുവലിനെ ഡിനോട്ട് ചെയ്യാനാണ്. മറ്റേ EI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ith ഒബ്സർവേഷനെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിഡ്യുവലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ith ഒബ്സർവേഷനെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു EIയുടെ വാല്യൂ എന്ന് പറയുന്നത് EI / 1 - HII ആയിരിക്കും. Looking at the relationship between EI and EI bracket, it is clear that calculating the press residual does not require fitting in different regressions. The EIs are just ordinary residuals weighted according to the diagonal element of HII of H. It is possible to calculate press residual from the residuals of a single least square fit to all n observations. നമ്മൾ നേരത്തെ നമ്മുടെ റെസിഡ്യുവൽസ് എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ith ഒബ്സർവേഷനെ റിമൂവ് ചെയ്തിട്ടുള്ള റെസിഡ്യുവലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രസ് റെസിഡ്യുവലിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് പ്രസ് റെസിഡ്യുവൽ എന്ന് പറയുന്നത് ഈ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് അതിൻ്റെ മീൻ കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം EIയിൽ നിന്ന് അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് EI / √variance of EI എന്നാണ്. അപ്പോൾ EI എത്രയാണെന്ന് നമുക്കറിയാം. EI എന്ന് പറയുന്നത് നമ്മൾ കണ്ടു EI / 1 - HII ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ വേരിയൻസ് ഓഫ് EI എന്ന് പറയുന്നത് σ² / 1 - HII ആണ്. അപ്പോൾ ഈ 1 - HIIയും ഈ 1 - HIIയും ഇവിടെ ക്യാൻസൽ ചെയ്തു. സോ ഇവിടെ ഒരു √1 - HII മിച്ചമുണ്ട്. അത് നമ്മൾ σ² ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടി EI / √σ² × 1 - HII which is same as the studentized residual. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് സ്റ്റുഡൻറ്റൈസ്ഡ് റെസിഡ്യുവലിലും കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് 3 മെത്തേഡ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്ന് സ്റ്റാൻഡർഡൈസ്ഡ് റെസിഡ്യുവൽ, അടുത്തത് സ്റ്റുഡൻറ്റൈസ്ഡ് റെസിഡ്യുവൽ, ഇനി മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചത് പ്രസ് റെസിഡ്യുവലാണ്. ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടിയുണ്ട്, അതാണ് R student എന്ന് പറയുന്നത്. The studentized residual RI is often considered as an outlier diagnostic and mean square residual is used as an estimate of σ² in computing RI. നമ്മുടെ സ്റ്റുഡൻറ്റൈസ്ഡ് റെസിഡ്യുവൽ എന്ന് പറയുന്നത് ഔട്ട്ലയറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് σ² എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരുന്നത് മീൻ സ്ക്വയർ റെസിഡ്യുവൽ ആണ്. അപ്പം ദിസ് ഈസ് റിഫേർഡ് ടു ആസ് ആൻ ഇന്റേണൽ സ്കെയിലിംഗ് ഓഫ് ദ റെസിഡ്യുവൽസ് ബിക്കോസ് മീൻ സ്ക്വയർ റെസിഡ്യുവൽ is an internally generated estimate of σ² obtained from the fitted
ഫ്രം ദ ഫിറ്റിംഗ് ദ മോഡൽ ടു ഓൾ എൻ ഒബ്സർവേഷൻ. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് ഒരു ഇന്റേണൽ സ്കെയിലിംഗ് ഓഫ് റെസിജ്വൽസ് ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ മോഡലിലെ എൻ ഒബ്സർവേഷൻസിൻ്റെ മോഡലിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റിന് പകരം മീൻ സ്ക്വയർ റെസിജ്വൽ ആണ് എടുത്തത്. ഇനി അനദർ അപ്രോച്ച് ഈസ് ടു യൂസ് an estimate of sigma square based on a data set with ith observation removed, say SI square. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മീൻ സ്ക്വയർ റെസിജ്വൽ നമ്മൾ n ഒബ്സർവേഷൻസും കൺസിഡർ ചെയ്തിട്ടുള്ള സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് ആയിരുന്നു മീൻ സ്ക്വയർ റെസിജ്വൽ. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ഒബ്സർവേഷനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ഒബ്സർവേഷൻ റിമൂവ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് ഓഫ് സിഗ്മ സ്ക്വയറിനെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു എസ്റ്റിമേറ്റ് ഓഫ് സിഗ്മ സ്ക്വയറിനെ നമ്മൾ SI സ്ക്വയർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ SI സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/n-k-1 ഇൻറ്റു n-k ഇൻറ്റു മീൻ സ്ക്വയർ റെസിജ്വൽ മൈനസ് EI സ്ക്വയർ ഡിവൈഡ് ബൈ 1 - HIA എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ഒബ്സർവേഷൻ മാറ്റിയിട്ടുള്ള സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. This estimate of sigma square is used instead of mean square residual to produce an externally studentized residual, usually called R student, given by T is equal to EI divided by root of SI square into 1 - HII, where I is equal to 1, 2, 3, etc. n. അപ്പോൾ നമ്മൾ ഒരു ഒബ്സർവേഷൻ കളഞ്ഞിട്ടുള്ള മീൻ സ്ക്വയർ റെസിജ്വലിൻ്റെ നമ്മുടെ സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് കണ്ടുപിടിച്ചു. ആ ഒരു എസ്റ്റിമേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിഗ്മ സ്ക്വയറിന് മീൻ സ്ക്വയർ റെസിജ്വൽ എന്നുള്ള ആ ഒരു എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ith ഒബ്സർവേഷൻ റിമൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എക്സ്റ്റേണലി സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എക്സ്റ്റേണലി സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വലിന് പറയുന്ന മെത്തേഡാണ് ആർ സ്റ്റുഡൻറ്റ് എന്ന്. അപ്പോൾ ആ ഒരു ആർ സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. TI is equal to EI divided by root of SI square into 1 - HII, where I is equal to 1, 2, 3, etc. n. In many situations, TI will differ little with RI. മിക്ക സിറ്റുവേഷനിലും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നമ്മുടെ ആർ സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വലിൻ്റെ വാല്യൂ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. However, if ith observation is influential, then SI square can differ significantly from MSRAS, and our student statistic will be more sensitive to this point. അപ്പം നമ്മുടെ ith ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെയർ ആണെന്ന് വെക്കുക. അതായത് ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഒബ്സർവേഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച SI സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു വേരിയൻസിൻ്റെ എസ്റ്റിമേറ്റ് മീൻ സ്ക്വയർ റെസിജ്വലിൽ നിന്ന് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആർ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലേക്ക് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അണ്ടർ യൂഷ്വൽ റിഗ്രഷൻ അസംഷൻ T follows a T distribution with n-k-1 degrees of freedom. നമ്മൾ സാധാരണ റിഗ്രഷൻ്റെ അസംഷനിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു ആർ സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് T ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-k-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ റെസിജ്വൽ അനാലിസിസിൻ്റെ മെത്തേഡ്സുമാണ് പഠിച്ചത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. റെസിജ്വൽ അനാലിസിസിന് 4 മെത്തേഡ്സാണ് ഉള്ളത്. ഒന്ന് സ്റ്റാൻഡർഡൈസ്ഡ് റെസിജ്വൽ, അടുത്തത് സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വൽ, മൂന്നാമത്തത് പ്രസ് റെസിജ്വൽ, നാലാമത് നമ്മുടെ ആർ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ 4 മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.